ഓക്കെ, ഫോർമുല 1 2026 സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതായത് മാർച്ച് 6 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തന്നെ 2026 സീസണിൻ്റെ പുതിയ റെഗുലേഷൻസ്, പുതിയ റൂൾസ്, പുതിയ ടീമുകൾ, കാറിൻ്റെ പുതിയ ഡിസൈൻസ് എല്ലാം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല 1 റീസെൻറ്റ് ടൈംസിൽ ഏറ്റവും മേജറായിട്ടുള്ള ചേഞ്ച് വരുന്ന ഒരു സീസണാണ്. ഇതിൽ കാറിൻ്റെ എയറോഡൈനാമിക്സിലാണെങ്കിൽ ഫ്രണ്ട് വിങ്സിൻ്റെ കേസിൽ മേജറായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്, റിയർ വിങ്സിൻ്റെ കേസിൽ മെയിനായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ പവർ യൂണിറ്റിനകത്ത് IC എഞ്ചിനും ബാറ്ററീസും 50-50 എന്നുള്ള രീതിയിലാണ് പവർ ഡെലിവറി വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ മേജറായിട്ടുള്ള ചേഞ്ച് വന്നിട്ട് ഒരു ചേഞ്ചും വരാത്ത ഒരേ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐറ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല 1 കാറിൻ്റെ എയറോഡൈനാമിക്സിൽ ഏറ്റവും കൂടുതൽ റോളുള്ള ഒരു പാർട്ടാണ് സൈഡ് പോർട്സ്. ഫോർമുല 1 റേസുകളുടെ എക്സൈറ്റ്നെസ്, അതായത് ആ ഫോർമുല 1 റേസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിന് ആ ഒരു അഡ്രിനാലിൻ റഷ് കൊണ്ടുവരാൻ വേണ്ടി DRS എടുത്ത് മാറ്റി X മോഡും അതുപോലെ MOM മോഡുമായിട്ടൊക്കെ ചേഞ്ച് ചെയ്തു. അതുപോലെ ഫ്രണ്ട് വിങ്സിനകത്തും കുറേ ചേഞ്ച് വന്നു, അതിൻ്റെ ഡിസൈനിങ്ങിലും ചേഞ്ച് വന്നു. എന്തിനു പറയണം, ഫോർമുല 1 കാറുകൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെഞ്ചൂറി ഷേപ്പ് വരെ മാറ്റി. സോ ഇത്രയൊക്കെ ചേഞ്ചസ് FIA ഫോർമുല 1 കൊണ്ടുവന്നിട്ടും ഈ സൈഡ് പോർട്സിനെ ടച്ച് ചെയ്യാത്തത് ദർ ഈസ് സംതിങ് ബിഗ് റീസൺ. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ബൈ.